ചാടിക്കൊണ്ട് എവിടെയെന്നറിയോ പോകുന്നത്? എൻ്റെ ഫേവറേറ്റ് കേസരി ഉണ്ടാക്കാനാ. ആദ്യം ഒരു പാത്രം കഴുകി ചൂടാവാൻ വെക്കാം. ആദ്യം അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് നെയ്യ് എടുത്തിട്ട് വരാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇന്നത്തെ എൻ്റെ ഹെൽപ്പർ കൺമണിയാണ്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടല്ലേ അലിഞ്ഞു പോണ. ഈ നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലിഞ്ഞു പോണ കാണാൻ. നെയ്യ് എടുത്ത് വെക്കുമ്പോഴേക്കും കൺമണി കുർത്തക്കെട് കളിക്കാണ്. വേഗം കുക്ക് ചെയ്ത് എടുക്കാന്ന് വെച്ചാല് ഈ കാന്താരിയെ സമ്മതിക്കുന്നില്ല. ഈ പാറുവിനെ ഉപദ്രവിക്കാനായിട്ടേ അറിയുള്ളൂ. നെയ്യ് ചൂടാവുമ്പോഴേക്കും അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുക്കാം നമുക്ക്. ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ഇടാൻ നിൽക്കുമ്പോഴേക്കും ഈ കാന്താരി മുന്തിരിയും കൊണ്ടുപോയി. കേസരിയിൽ അണ്ടിപ്പരിപ്പ് ഇഷ്ടായോട് ഞാൻ നല്ലോണം ഇട്ട്. ഈ അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. കൺമണിനെ സോപ്പ് ഇട്ടിട്ട് കുറച്ച് മുന്തിരി അങ്ങ് വാങ്ങി. മുന്തിരി എനിക്ക് പൊതുവേ ഇഷ്ടല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ചൂടില്ല നെയ്യില് മുന്തിരി ഇടുമ്പോൾ പൊങ്ങി ബോള് പോലെ വരും. കാണാൻ എന്ത് രസാണ്. അത് എടുക്കുമ്പോഴേക്കും ഒരാള് അണ്ടിപ്പരിപ്പും മുന്തിരിയും തിരിച്ചെടുത്ത് വെച്ചു. ഇനി നമുക്ക് ആവശ്യമില്ല വെള്ളം എടുത്തിട്ട് വരാം. കുഞ്ഞു ഗ്ലാസ്സില് റവ എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിന്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നെയ്യില് വെള്ളം ഒഴിക്കുമ്പോൾ പൊട്ടും, അപ്പം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൈയെല്ലാം പൊള്ളും. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളക്കുമ്പോഴേക്കും താഴെ മരിഞ്ഞ വെള്ളം തളിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റവ എടുക്കാം. കുഞ്ഞു ഗ്ലാസ്സിൽ നിറയെ റവ എടുത്ത് തിളക്കുന്ന വെള്ളത്തിൽ റവ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ നോക്കണം.
ഇതിലെന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് പറയാം. ഞാനിതില് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്ക. ഷുഗർ ഇട്ട് കഴിഞ്ഞാ അത് മെൽട്ടായി വരും. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. കേസരിന്റെ യെല്ലോ കളർ കിട്ടാനായി കയ്യിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലിടാൻ ഏലക്കായ എടുക്കാം. ഏലക്കായ എൻ്റെ ഫേവറേറ്റ് അല്ല, പക്ഷെ മണം കിട്ടാനായി കുറച്ചിടാം. ഏലക്കായ എടുക്കുമ്പോഴേക്കും ആ കാന്താരയെ സ്റ്റൂളെടുത്ത് കൊണ്ടുപോയി. അവസാനമായി ചാടി ഇറങ്ങേണ്ടി വന്നു. ഏലക്കായ നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച ഏലക്കായും നേരത്തെ റെഡിയാക്കിയ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അടിപൊളി കേസരി റെഡി ആയിട്ടുണ്ട്. എനിക്ക് കഴിക്കേണ്ട അത്ര ഒരു പാത്രത്തേക്ക് മാറ്റി ഇത് തനിയാൻ വെച്ചിട്ട് വിളക്ക് കത്തിക്കാൻ പോയി. ഞാൻ വിളക്ക് കത്തിച്ച് വരുമ്പോഴേക്കും ചൂടൊക്കെ പോയി കഴിക്കാൻ ഭാഗത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേസരി കഴിച്ച് നോക്കാം. പാലിടുമ്പോഴേക്കും മെൽട്ടായി പോവാണ്. നല്ല അടിപൊളി കേസരിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.